കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സാ പിഴവിൻ്റെയും മരുന്ന് ക്ഷാമത്തിൻ്റെയും ഒക്കെ വാർത്തകൾ പലപ്പോഴായി നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടേഴ്സ് ഇപ്പോൾ വലിയ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഫെബ്രുവരിയിലെ സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അനിശ്ചിതകാല സമരം. OP ബഹിഷ്കരിച്ച് നടത്തിയ സമരം രോഗികളെ വലച്ചു. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് PG ഡോക്ടേഴ്സ് സമരം ആരംഭിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല സമരം പുരോഗമിക്കുകയാണ്. രാവിലെ 8-ന് ആരംഭിച്ച സമരത്തിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗം, അത്യാഹിത വിഭാഗം, ലേബർ റൂം, ഫോറൻസിക് വിഭാഗം എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിലെ PG ഡോക്ടേഴ്സിന് സ്റ്റൈപ്പൻഡ് ലഭിച്ചെങ്കിലും ഇവിടെയുള്ളവർക്ക് ലഭ്യമായിട്ടില്ല. ഇതേ തുടർന്നാണ് സമരം. സ്റ്റൈപ്പൻഡ് വൈകിയാൽ സമരം ശക്തമാക്കാനാണ് PG ഡോക്ടേഴ്സിന്റെ തീരുമാനം. വാഗ്ദാനങ്ങളല്ലാതെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. ഞങ്ങൾ ഇന്നലെയും കൂടി ഒന്ന് സംസാരം നടത്തി. എന്നിട്ടും നമ്മൾ ആവശ്യപ്പെട്ട ഇന്നലെയും കൂടി സ്റ്റൈപ്പൻഡ് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിയത്. നമ്മൾ മാക്സിമം ജനവിരോധമായ ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ നോക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തുടങ്ങേണ്ടിയിരുന്ന സമരം നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയത്. ഞങ്ങളുടെ തന്നെ ഒരു JR1 മൈക്രോബയോളജിയിലെ JR1 മേഘാലയയിൽ നിന്ന് അവർക്ക് ഇവിടെ PG സീറ്റ് കിട്ടിയിട്ട് ഇവിടെ എത്തിയതാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ ഇവിടെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കിനും അവർക്ക് അവർ ആദ്യം അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം സ്റ്റൈപ്പൻഡ് ഇല്ല. അവർക്ക് ഡെയിലി ജീവിതത്തിന് ഡെയിലി ഭക്ഷണം കഴിക്കാനോ അവരുടെ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാനോ ഉള്ള സ്റ്റൈഫൻഡ് പോലും സമയത്തിന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് അവരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇഷ്ടം പോലെ PG വിദ്യാർത്ഥികളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും. അതേസമയം സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട രേഖകൾ നേരത്തെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ഡോക്ടേഴ്സ് ക്ഷാമം നേരിടുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ അത്യാഹിത വിഭാഗങ്ങളിലേക്കുൾപ്പെടെ സമരം വ്യാപിപ്പിക്കാനാണ് PG ഡോക്ടേഴ്സിന്റെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുനീഫ് തീരൂനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും സമരം വലയ്ക്കുന്നത് സാധാരണക്കാരായ പാവങ്ങളായ രോഗികളെയാണ്. ഒരു സമവായം സാധ്യമാകേണ്ടതുണ്ട്. PG ഡോക്ടേഴ്സ് സമരം തുടർന്നാൽ അത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ആകെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്കെന്താണ്, ഈ സമരക്കാർക്ക് PG ഡോക്ടേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. ഞങ്ങൾ DMEക്ക് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് സ്റ്റേറ്റ് വൈഡ് ഒരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിന് നമ്മൾ നോട്ടീസ് നൽകി. ബുധനാഴ്ച മുതൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അതാത് PG അസോസിയേഷൻ പ്രിൻസിപ്പൾക്ക് സ്ട്രൈക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ മെഡിക്കൽ കോളേജുകൾ സ്ട്രൈക്കിന് പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും കുടുംബങ്ങളുണ്ട്, ഞങ്ങൾക്കും EMI അടവുകളുണ്ട്, ലോണുകളുണ്ട്, കുടുംബങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ്. വളരെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളെ. അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ സ്റ്റൈപ്പൻഡ് ലഭിക്കും വരെ അനിശ്ചിതകാല സമരത്തിൽ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അധികൃതരോട് ചോദിച്ചപ്പോൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി റെൻറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിലേ ആണ് ഉണ്ടാവുന്നത്, ഇത് ഗഡുക്കളായിട്ടാണ് എത്തുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷവും ഇതേ കാര്യം സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഒരു വർഷം നേരിട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വർഷം ഇതേ സാഹചര്യം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും അതിനനുസരിച്ച് മുന്നേക്കൂട്ടി അറ്റൻഡൻസും മറ്റു കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് ഫയലുകൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അതിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ തന്നെ ഒരു 4-5 ജില്ലകളോളം, കർണാടക, അതേപോലെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികൾ വരുന്നൊരു വലിയ മെഡിക്കൽ കോളേജാണിത്. ഇവിടെയും ഇത്രയും വരുന്ന പേഷ്യൻ്റ് ലോഡിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ PGസും ഹൗസ് സർജൻസും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കും ഈ പറയുന്ന ഇതിനോട് കൂടെ അക്കാഡമിക്സ് ഉണ്ട്, തീസിസിൻ്റെ വർക്കുകളുണ്ട്, അങ്ങനത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഈ ജോലി ഭാരത്തിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങളുണ്ട്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുണ്ട്.